ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത സെറ്റ് പഠിക്കാൻ പോവുകയാണ് ഡിപ്രീസിയേഷൻ, അതുപോലെ ബാഡ് ഡെറ്റ്സ്, അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഡിപ്രീസിയേഷൻ ആണ്. അതിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ബുക്കിലോട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾ സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഡിപ്രീസിയേഷൻ നോക്കാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിമിനിഷിങ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂ, മൂല്യം കുറയുന്നതാണ്. അത് വിയർ ആൻഡ് ടിയർ വന്നിട്ടോ, പാസേജ് ഓഫ് ടൈം വന്നിട്ടോ, ഒബ്സലസൻസ് വന്നിട്ടോ ഒക്കെ അതിൻ്റെ മൂല്യം കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കുകയും ബാലൻസ് ഷീറ്റിൽ ഏത് അസറ്റാണോ ആ അസറ്റിൻ്റെ മൂല്യത്തിൽ കുറവ് വരുന്നത് കൊണ്ട് തന്നെ ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആ അസറ്റിൽ നിന്ന് കുറയ്ക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് അസറ്റ്. മെഷീനറി ആണെങ്കിൽ മെഷീനറി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി, ഫർണിച്ചർ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ. അതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 31 മാർച്ച് 2020 മെഷീനറി അപ്പിയേഴ്സ്. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മെഷീനറി എന്ന് പറയുന്നത് 10,000 രൂപയുടെ മെഷീനറി ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10%. 10% അതിൻ്റെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഇത് എങ്ങനെ വരും ഇതിൻ്റെ ഇഫക്റ്റ് എന്ന് കാണിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 10,000ൻ്റെ 10% നമ്മൾ കാണുക. അപ്പോൾ ആദ്യം ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു എത്രയാണോ വാല്യൂ, ഇവിടെ 10,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100,000 ആണ് ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പി ആൻഡ് എല്ലിലേക്ക് എങ്ങനെ കൊടുക്കണം? ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ആ വാല്യൂ എത്ര രൂപയാണോ ഡിപ്രീസിയേഷൻ, ഇവിടെ 1000 രൂപ, അത് നമ്മൾ കാണിച്ചു. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് മെഷീനറി ആണ് ഇവിടെ അല്ലേ. അപ്പം മെഷീനറി എന്ന് എഴുതിയിട്ട് അതിന് 10,000 രൂപ എഴുതി, മെഷീനറിയുടെ ഒറിജിനൽ വാല്യൂ എഴുതി 10,000 ലെസ് ഡിപ്രീസിയേഷൻ എത്ര രൂപയാണ്? 1000 രൂപ ഡിപ്രീസിയേഷൻ എഴുതി, അത് നമ്മൾ കുറച്ചു. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത്. 9,000 നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ആൻഡ് എന്താണ് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് നോക്കാം. അപ്പോൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കടത്തിന് സാധനം വിറ്റപ്പോൾ സാധനം വാങ്ങിച്ച ആളുകൾ അതിൻ്റെ പൈസ തരാതിരിക്കുകയാണെങ്കിൽ ആ ഡെറ്റ് ബാഡായി പോയി, അല്ലെങ്കിൽ അത് ഇനി കിട്ടാക്കടമായി എന്ന് നമുക്ക് പറയാം. ഇത്തരത്തിൽ നമ്മൾക്ക് ബാഡ് ഡെറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബാഡ് ഡെറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാഡ് ഡെറ്റ്സ് ട്രയൽ ബാലൻസിൽ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ എവിടെ കാണിച്ചാൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, കാരണം അത് കഴിഞ്ഞ വർഷത്തെയാണ്. ഇനി ബാഡ് ഡെറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് താഴെയാണ്, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷന് ശേഷമാണ് ആ ബാഡ് ഡെറ്റ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ബാഡ് ഡെറ്റ് എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എത്രയാണോ നമ്മളുടെ ടോട്ടൽ ഡെറ്റേഴ്സ് ഉള്ളത് ആ ഡെറ്റേഴ്സിൽ നിന്ന് ഇപ്പോൾ കിട്ടില്ല എന്ന് കിട്ടാക്കടമായി പോയ അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ബാഡ് ഡെറ്റ്
ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഡെറ്റേഴ്സിനെ കുറയ്ക്കുന്നത് എപ്പോഴും ക്രെഡിറ്റ് സൈഡല്ലേ വരേണ്ടത്. അപ്പോൾ ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന ഡെറ്റേഴ്സിനെ കുറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രി എങ്ങനെ വരും? ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് എൻട്രി വരും. ഇതാണ് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർ ട്രേഡേഴ്സിൻ്റെ ബുക്കിൽ അവർക്ക് ഒരു ബാഡ് ഡെറ്റ് അക്കൗണ്ട് ബാലൻസ് ഒരു 500 രൂപ കാണിക്കുന്നുണ്ട്. ടോട്ടൽ അവരുടെ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 24,000 ആണ്. വെൻ 1,500 ഈസ് ടു ബി റിട്ടേൺ ഓഫ് എന്താണ് ആസ് ബാഡ് ഡെറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഓൾറെഡി 500 രൂപ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കുന്നുണ്ട്. അഡീഷണലായിട്ട് ഒരു 1,500 രൂപ അവർ ഈ വർഷം ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അവരുടെ ബുക്കിലുള്ള ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് P&L നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ട്രയലിൽ നമ്മൾ ബുക്കിൽ ഓൾറെഡി ഒരു ബാഡ് ഡെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പഴയ ബാഡ് ഡെറ്റ് ആണ്. അത് നമ്മൾ എടുത്തെഴുതണം. P&Lൻ്റെ ലെഫ്റ്റ് സൈഡ് ടു ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എടുത്തെഴുതാം. അതിൻ്റെ കൂടെ ഈ വർഷം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബാഡ് ഡെറ്റ്, ഈ വർഷം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത ബാഡ് ഡെറ്റ് എത്രയാണ്? 1,500 രൂപയാണ്. ഓൾറെഡി 500 രൂപ ആ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 500 + 1,500 2,000 രൂപ എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ഓൾറെഡി ട്രയലിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഓൾറെഡി ക്ലോസിങ്ങിലുള്ള ബാലൻസ് പ്ലസ് നമ്മൾ ഈ വർഷം പ്രൊവൈഡ് ചെയ്ത ബാഡ് ഡെറ്റ്, അത് രണ്ടും കൂടെ കൂട്ടി ന്യൂ ബാഡ് ഡെറ്റും കൂടെ കൂട്ടി 2,000 രൂപ നമ്മൾ P&L കാണിക്കുന്നു. ബാലൻസ് ഷീറ്റിലാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് പഴയ ബാഡ് ഡെറ്റ് അല്ല, പുതുതായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ബാഡ് ഡെറ്റ് എത്ര രൂപയാണോ ആ ബാഡ് ഡെറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. ഇവിടെ ഡെറ്റേഴ്സ് ടോട്ടൽ എത്രയായിരുന്നു? 24,000 ആണ് ഡെറ്റേഴ്സ്. ഈ വർഷം നമ്മൾ എത്ര ബാഡ് ഡെറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്തത്? 1,500 രൂപയാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും ബാലൻസ്? 22,500. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവർ നമ്മൾ കടത്തിന് ഗുഡ്സ് വിൽക്കുമ്പോൾ ആരെങ്കിലും നമ്മൾക്ക് പണം തരാൻ സാധ്യതയില്ല എന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ തുകയ്ക്ക് ഒരു നീക്കിയിരിപ്പ് നടത്തും. അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മളൊരു പ്രൊവിഷൻ പോലെ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരുന്ന ഒരു ഐറ്റമാണ്. ഇറ്റ്സ് എ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ്. അപ്പം നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു ചാർജ് ആണെന്ന് പറഞ്ഞു. അത് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു? P&L ഡെബിറ്റ് സൈഡാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെയായിരിക്കും വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നായിരിക്കും വരുന്നത്. നിങ്ങൾ ആ P&L ഈ അഡ്ജസ്റ്റിംഗ് എൻട്രി ഓരോന്നും പറയുമ്പോഴും നിങ്ങൾ ഇമാജിൻ ചെയ്യണം P&L, അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കുകയും അതേപോലെ തന്നെ നമ്മൾ നിലവിലുള്ള ബാലൻസ് ഷീറ്റിലുള്ള ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പോൾ ഒരു സ്റ്റാർ ലിമിറ്റഡിൻ്റെ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അവരുടെ എക്സിസ്റ്റിംഗ് ബാലൻസ് സൺട്രി ഡെറ്റേഴ്സ് 30,000 രൂപയുണ്ട്. ബാഡ് ഡെറ്റ്സ് എത്രയാണ്? 1,000 രൂപ ബാഡ് ഡെറ്റ്സ് ഉണ്ട്. 1,000 രൂപ ബാഡ് ഡെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് 5% ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ 5% സംശയമാണ്, തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് ഒരു 5% പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ജേണൽ എൻട്രീസ് കൊടുക്കണം, അഡ്ജസ്റ്റിംഗ് എൻട്രി കൊടുക്കണം, അതുപോലെ തന്നെ P&L ബാലൻസ് ഷീറ്റിലും അതെങ്ങനെ വരുമെന്നുള്ളത് കാണിക്കണം. അതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗീവ് ജേണൽ എൻട്രി ഫോർ ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ആൻഡ് ഓൾസോ ഷോ ഹൗ ദേ വുഡ് അപ്പിയർ ഇൻ ദ P&L ആൻഡ് ബാലൻസ് ഷീറ്റ്. അതാണ് നമ്മളുടെ ഡ്യൂട്ടി. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഈ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്താണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും രീതിയിൽ ഒരു വൺ വേർഡ് നമ്മളോട് ഈ ഭാഗത്തും ചോദിച്ചാൽ നമ്മൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾക്ക് ഇത് നോക്കാം. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ അക്കൗണ്ട് അല്ലേ, ഡൗട്ട്ഫുൾ അക്കൗണ്ട്. അത് എത്രയാണ് പ്രൊവിഷൻ? നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡെറ്റേഴ്സിൻ്റെ 5%. ഡെറ്റേഴ്സ് ഇവിടെ എത്രയാണ്? 30,000 അല്ലേ. അതിൻ്റെ 5% എത്രയാണ്? 1,500 രൂപയാണ് പ്രൊവിഷനായിട്ട് നമ്മൾ ഇത്തവണ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 30,000-ന് 3,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. സോറി, അത് ഒരു 0 കുറഞ്ഞു പോയി. എറർ ഓഫ് എന്താണ്, കമ്മീഷൻ വന്നു. എനിക്കൊരു ക്ലറിക്കൽ എറർ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അത് ക്ഷമിക്കുക, ഒരു 0 വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ 30,000 എന്ത്, സൺട്രി ഡെറ്റേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് P&L അതെങ്ങനെ കാണിക്കും? P&Lൻ്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ ഒരു ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വർഷത്തെ ബാഡ് ഡെറ്റാണ് അത്. നമ്മൾ ടു ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് 1000 എഴുതി. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ പ്രൊവിഷനായിട്ട് കൊടുത്തത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്രൊവിഷനായിട്ട് നമ്മളിപ്പോൾ എത്ര കൊടുത്തു? 1,500 രൂപ പ്രൊവിഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 2,500 രൂപയാണ് P&Lലേക്ക് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിലാണെങ്കിലോ അസറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. എത്രയാണ്? 1,500 രൂപ. 30,000-ൽ നിന്ന് 1,500 ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 28,500 എന്ത്, സൺട്രി ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബാഡ് ഡെറ്റ്, പുതുതായിട്ട് ബാഡ് ഡെറ്റും കൂടെ നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ സൺട്രി ഡെറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാഡ് ഡെറ്റും കൂടെ കുറയ്ക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വേറൊരു എന്താണ്, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്നുള്ള ഒരു ഐറ്റം. ഓൾറെഡി നമുക്ക് ബാഡ് ഡെറ്റ് ഉണ്ടായിരുന്നു. ആ ബാഡ് ഡെറ്റ് പക്ഷെ നമ്മൾ എഴുതി തള്ളിയതായിരുന്നു, പക്ഷെ നമുക്കത് തിരിച്ച് കിട്ടി. ആ ബാഡ് ഡെറ്റ് നമുക്ക് തിരിച്ച് കിട്ടി. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, നമുക്കത് തിരിച്ച് കിട്ടി. അതിന് പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ ആവശ്യമൊന്നുമില്ല. അത് തിരിച്ച് കിട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞ ബാഡ് ഡെറ്റാണ് അല്ലേ. അപ്പോൾ തിരിച്ച് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മളതൊരു ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ജേണൽ എൻട്രി എഴുതാം. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.